കേരളത്തിൽ ഏറ്റവും വലിയ വർഗീയ കലാപത്തിലേക്ക് പോലും എത്തിച്ചേരാൻ കഴിയത്തക്ക രീതിയിൽ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു മുനമ്പം വഖഫ് സമരം. മുനമ്പം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേരളത്തിൽ ഉടനീളം വ്യത്യസ്ത മാധ്യമങ്ങളിൽ തുടർച്ചയായി സജീവമായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ നിമിഷം മീഡിയ ഗ്രാമം നിങ്ങൾക്കായി നൽകുന്നത്. കേരള ഹൈക്കോടതി സംസ്ഥാന സർക്കാർ നിയോഗിച്ച മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുന്നു. അതായത് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ വിഷയം പരിഹരിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഇനി പ്രവർത്തിക്കേണ്ടതില്ല എന്ന് ബെച്ചു കുര്യന്റെ നേതൃത്വത്തിലുള്ള ഹൈക്കോടതി ബെഞ്ച് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് ഈ വിഷയം പുതിയ വഴിത്തിരിവിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സത്യത്തിൽ കേരളത്തിലെ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ അസ്വാരസ്യമുണ്ടാക്കാനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ മുനമ്പവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ നടന്നു വരികയായിരുന്നു. പ്രത്യേകിച്ച് 2026 നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുനമ്പം ഉൾപ്പെടുന്ന പ്രദേശത്ത് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ മേഖലയിൽ സജീവമായിരുന്നു. പ്രത്യേകിച്ച് ഒരു മുസ്ലിം നാമധാരി സ്ഥാനാർത്ഥിയായാൽ ഇവിടുത്തെ ലാറ്റിൻ ക്രൈസ്തവ വിഭാഗത്തിലെ ആളുകൾ വോട്ട് രേഖപ്പെടുത്തില്ല എന്നും, അതല്ല ലാറ്റിൻ ക്രൈസ്തവ വിഭാഗത്തിലെ ഒരാൾ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ മുസ്ലിം മതവിഭാഗത്തിലെ ആളുകൾ വോട്ട് രേഖപ്പെടുത്തില്ല എന്ന് തുടങ്ങി നിരവധിയായിട്ടുള്ള ചർച്ചകളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്നു വരുന്നത്. ഈ വിഷയം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ വേണ്ടുന്ന രീതിയിൽ ഇടപെടുന്നില്ല എന്ന ഏറ്റവും വലിയ ആരോപണം ഐക്യ ജനാധിപത്യ മുന്നണി ഉന്നയിച്ചിരുന്നു. സത്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മെല്ലെ പോക്ക് ഒരു ഘട്ടത്തിൽ അതിശക്തമായ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. പിന്നീടാണ് ഇങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനും അത് ഈ വിഷയം പഠിച്ച് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകണം എന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ മുന്നോട്ട് നടന്നത്. പക്ഷേ ഇപ്പോൾ ആ നീക്കത്തെയാണ്, സംസ്ഥാന സർക്കാരിന്റെ സുപ്രധാനമായ ആ നീക്കത്തെയാണ് ഹൈക്കോടതി നിരാകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ ശക്തമായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യാൻ ഇടയാക്കുക തന്നെ ചെയ്യും.